വീടിൻ്റെ റൂഫിൻ്റെ കാര്യത്തിൽ നമ്മളുടെ നാട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിലും ഓട് വർക്ക്, അതായത് ട്രസ് വർക്ക് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെ, ആ ഒരു ലുക്ക് വേറെ തന്നെ ആയിരിക്കും. മാത്രമല്ല പഴയ കാലത്തൊക്കെ ഓടിട്ട വീടുകളിൽ നിന്ന് മാറി ആളുകൾ ടെറസ് വീടിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ആളുകൾ ടെറസ് വീടിന് മേൽക്കൂര, റൂഫ് ഓടിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തെടുത്തത് സാധാ നാടൻ ഓടാണ്. ഇത് കോമൺവെൽത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കമ്പനിയുടെ ഓടാണ്. നമ്മൾ കാലിക്കറ്റാണ് ഈ ഒരു കമ്പനി ഉള്ളത്. ഇതിൽ തന്നെ മാംഗ്ലൂർ ടൈൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാംഗ്ലൂർ ടൈൽ എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ്. അത് മംഗലാപുരത്ത് ചെയ്യുന്ന ഒരു ഓടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോമൺവെൽത്തിൻ്റെ ഇരട്ടപ്പാത്തി ഓടാണ്. ഈ ഓടിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇതിൽ നമുക്ക് ഇരട്ടപ്പാത്തിയാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പല ഗ്രേഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രേഡുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ട്രസ് അടിച്ചിട്ട് നമ്മൾ പൈപ്പ് കൊണ്ട് ട്രസ് അടിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കട്ടിങ് നമ്മൾ നന്നായിട്ട് നോക്കണം. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഓടിന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 42 രൂപ വിലയുള്ളൂ. ഏറ്റവും കൂടിയ ഓടിന് നമുക്കിവിടെ 58 രൂപ, അതുപോലെ 62 രൂപയോളൊക്കെ ഒരു ഓടിന് വില വരുന്നുണ്ട്. ഒരു ഓടെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് അല്ല. നമുക്ക് ഈ ഇമ്പോർട്ടഡ് ഓടുകൾ, സെറാമിക് ഓടുകളൊക്കെ ഒരു ഓടെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു കോമൺവെൽത്തിൻ്റെ ഈ ഒരു നാടൻ ഓടെന്ന് പറയുന്നത് 1.25 ഓടാണ് ഒരു സ്ക്വയർ ഫീറ്റ്. അതായത് 1000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് റൂഫ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1250 ഓടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു റൂഫിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ചെരിവ് തന്നെയാണ്. വൺ സൈഡിലോട്ടുള്ള ഒരു സ്ലോപ്പ്, രണ്ട് സൈഡിലോട്ടും സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സ്ലോപ്പും ഈ സൈഡിലോട്ട് കുറച്ച് ലോങ് കുറഞ്ഞ രീതിയിലുള്ള, നീളം കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്ലോപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സീലിംഗ് ഓട് എന്ന് പറയുന്നത്, സീലിംഗ് ഓടിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് സീലിംഗ് ഓടിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് ഓടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കിൽ വരുന്ന ഡിസൈനാണ്. ഫ്രണ്ടിൽ നമ്മൾ സീലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഗം ഈ ഭാഗമാണ്. ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം. ഈ സീലിംഗ് ഓട് തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. ഇതുപോലുള്ള സീലിംഗ് ടൈലുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ടി ആംഗിൾ വെച്ചിട്ടാണ്. MS-ൻ്റെ ടി ആംഗിളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഈ ഓട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടി ആംഗിളിനകത്ത് കയറ്റി വെക്കുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ വെക്കാൻ. കാരണം ഇതിൽ ഇപ്പോൾ ഈ രണ്ട് ഓട് നമ്മളിങ്ങനെ വെച്ചു, അതിനുശേഷം നമുക്ക് ഒരു ഓടും കൂടി എടുത്തിട്ട് ഇതിൻ്റെ താഴോട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ലെവൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഈ ഒരു ലെവൽ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് ഓട് ഒരേപോലെ ചേർത്ത് വെച്ചു. അടുത്തൊരു ഓട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ താഴെ ഒന്ന് വെച്ച് നോക്കാം. ഇതിൽ കറക്റ്റ് ലെവലിൽ നമ്മൾ ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഓട് സീലിങ്ങിൽ സെറ്റ് ചെയ്ത് പോകരുത്. കാരണം ഈ ഓടുകൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള അളവ് വ്യത്യാസങ്ങൾ വരാം. മൈന്യൂട്ടായിട്ട് 1 mm ഒക്കെ ഈ വീതിയിലൊക്കെ വ്യത്യാസങ്ങൾ, 1 mm ഒക്കെ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് പോകാൻ. ഒരു ലൈന് വെച്ചതിന് ശേഷം അടുത്ത ലൈന് വെക്കുന്ന സമയത്ത് അതിൻ്റെ പകുതിയിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ നമുക്കൊരു ഡിസൈൻ പാറ്റേൺ പോലെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ രൂപത്തിൽ നമുക്ക് കിട്ടും. മറ്റേത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഓട് എടുത്ത് അടുത്ത ഓട് വെച്ച് പോകുന്ന സമയത്ത് അടുത്ത ലൈന് വരുമ്പോൾ നമുക്ക് ആ ഒരു ലൈന് 1 mm 2 mm ഒക്കെ നഷ്ടപ്പെടും. ഇവിടെ നമ്മൾ അത്തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓട്, ഹാഫ് ഓടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഹാഫ് ഓട് വെച്ചിട്ട് ഫുൾ ഓട് വെച്ച് അങ്ങനെ ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസൈൻ പോലെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓടിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിൽ നമുക്കത് കറക്റ്റ് ലൈന് കിട്ടില്ല എന്നുള്ളതാണ് പ്രോബ്ലം. ഇവിടെ നമ്മൾ ഓട് ട്രസ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഓട് ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓട് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഓട് മേച്ചിൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പെയിൻറ്റ് താഴെ നിന്ന് തന്നെ അടിച്ചിട്ട് കയറ്റി വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഓടിൻ്റെ ലൈഫിനൊക്കെ കൂടുതൽ വർഷങ്ങൾ ഈട് നിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ മഴയൊക്കെ പെയ്തിട്ടുള്ള പായലും കാര്യങ്ങളൊന്നും പിടിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓട് വെച്ചതിന് ശേഷം പിന്നീട് അതിന് മുകളിൽ ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ സീലിംഗ് ഓട് ചെയ്ത ഈ ഒരു ഏരിയ കണ്ടില്ലേ, ആ ഒരു ഏരിയയിൽ ആ ബ്ലാക്ക് കാണുന്നതാണ്, ഈ കാണുന്ന ബ്ലാക്ക് നിറത്തിൽ കാണുന്ന അതാണ് നമ്മൾ ടി ആംഗിൾ.
ഈ സീലിംഗ് ഓട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രൊജക്ഷൻ ഏരിയ വരുന്ന 4 സൈഡിലോട്ട് മാത്രമാണ് ഇവിടെ നമ്മൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് നമ്മൾ സീലിംഗ് കൊടുത്തിട്ടില്ല. സീലിംഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഈ ടി ആംഗിൾ തന്നെയാണ്. കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് ഈ ടി ആംഗിൾ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം നമുക്ക് പിന്നീടുള്ള ഒരു സീലിംഗ് ഓട് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആവുന്നത് 2 സൈഡിലോട്ട് ഹാങ് ചെയ്ത് കൊളത്തി വെക്കുന്ന ഒറ്റ പട്ടിക അടിച്ചാൽ മതി. അതായത് മുകളിൽ വെക്കുന്ന ഓടുണ്ടല്ലോ, അതേ ആ ഒരു പട്ടികയിൽ തന്നെ നമുക്ക് സീലിംഗ് ഓടും കൂടി കൊളത്തി വെക്കാൻ പറ്റുന്ന ഡിസൈനിലുള്ള ഓടുകളും സീലിംഗ് ഓടുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഞാൻ കാണിച്ചു തരാം വീഡിയോൻ്റെ അവസാനത്തിൽ. അതുപോലെ നമ്മൾ ട്രസ് വർക്കിൻ്റെ ഡീറ്റെയിലും ട്രസ് വർക്ക് നമ്മൾ അടിച്ചതിൻ്റെ വീഡിയോയും അതിൻ്റെ ഡീറ്റെയിലും നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകൾ ഏതാണ്, എത്ര ഗ്യാപ്പ്, കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മളെ ചാനലിൽ പോയി മുൻപത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഓട് ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 980 സ്ക്വയർ ഫീറ്റോളം ഏരിയ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓട് ഏകദേശം 1200-230ഓളം ഓട് നമുക്ക് ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് പ്രൊജക്ഷനുള്ള ഭാഗമാണ്. ഈ ഭാഗത്ത് കറക്റ്റ് നമ്മൾ ഓടിൻ്റെ ഒരു തല ഭാഗം കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രൊജക്ഷൻ ഏരിയയിൽ ഈ ഓട് സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ഈ ചുമരിനോട് ചേർന്ന് വരുന്ന ഏരിയയിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഓട് ഫുൾ ഓടായിട്ട് വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട്, ഈ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി നമ്മൾ സിമെൻറ്റ് കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്തിടണം. ഈ സീലിംഗ് ഓടും ഇതുപോലുള്ള പ്രത്യേകിച്ച് നമ്മൾ അകത്തോട്ടൊക്കെ സീലിംഗ് ഓട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ സൈഡിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാതെ പോകരുത്. നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ കറക്റ്റ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ ഇല്ല. പരമാവധി നിങ്ങൾ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യുക. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് സിമെൻറ്റോ കാര്യങ്ങളോ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ എലി പോലുള്ള വല്ല പക്ഷികൾ വന്നിട്ട് കൂട് കൂട്ടാനും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകണം. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞ ആ ലോങ് ആയിട്ട് വരുന്ന ആ ഒരു സ്ലോപ്പാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. ഇത് ഈ ബെഡ്റൂമിൻ്റെ മുകളിലുള്ളൊരു സെപ്പറേറ്റ് ഒരു ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ സെപ്പറേറ്റ് ഒരു ബെഡ്റൂം മുകളിൽ ഒറ്റ ബെഡ്റൂം മാത്രമേ ഉള്ളൂ മുകളിൽ. അതിൻ്റെ ഒരു ബാൽക്കണി ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നമുക്കിപ്പോൾ ഈ ഓടിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. സെറാമിക് ഓടുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സിൽ സെറാമിക് ഓടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറിലും നമ്മളെ ഒരു കളർ പാറ്റേൺ, നമ്മളെ വീടിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും കളർ പാറ്റേൺ ഉണ്ടെങ്കിൽ ആ കളേഴ്സിലൊക്കെ നമുക്ക് സെറാമിക് ഓട് അവൈലബിൾ ആവുമെന്നുള്ളതാണ് സെറാമിക് ഓടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഈ മഴ പെയ്തിട്ടുള്ള പായൽ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറാമിക് ഓടിൽ വരുന്നില്ല. പക്ഷേ സാധാ നമ്മളിപ്പോൾ കാണിച്ച കോമൺവെൽത്തിൻ്റെ സാധാ ഓടിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും സെറാമിക് ഓട് ചെയ്യുന്ന സമയത്ത്. ഇത് കണ്ടില്ലേ, നമ്മൾ കോമൺവെൽത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ നാടൻ ഓടുണ്ടല്ലോ, അതിൻ്റെ ആ പാറ്റേണിൽ വരുന്ന സെറാമിക് ഓടാണ്. ഈ സെറാമിക് ഓട് 2 ഗ്ലോസിയിലും മാറ്റിലും ഉണ്ട്. പിന്നെ മൾട്ടി കളേഴ്സും ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സിംഗിൾ കളർ മാത്രമല്ല, ഇത് കണ്ടില്ലേ മൾട്ടി കളേഴ്സിലൊക്കെ നമുക്ക് സെറാമിക് ഓട് വരുന്നുണ്ട്. ഈ ഒരു ഓട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കോമൺവെൽത്തിൻ്റെ ആ ഒരു ഓടാണിത്. ഇതിൽ ഗ്രേഡ്സ് ഉണ്ട്, പല ഗ്രേഡുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 ഐറ്റം ഓടുകളുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയില്ല. ഈ ഓടിനകത്തൊന്നും ഇത് ഗ്രേഡ് ഏതാണെന്നുള്ള മാർക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ഓരോ ഗ്രേഡായിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ ലോഡ് ചെയ്ത് വിടുന്നത്. ഇതിൽ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ സൗണ്ട് കേൾക്കാം നമുക്ക്. ഈ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഓട് എന്ന് പറയുന്നത് ഏകദേശം 62 രൂപയോളം വരുന്നുണ്ട്. അതൊരു സ്ക്വയർ ഫീറ്റിനല്ല, ഒരു ഓടിനാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് കണക്കാക്കുന്ന സമയത്ത് 1.25 ഓട് വേണം നമുക്കൊരു സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഏകദേശം 80 രൂപയോളമായി. സെറാമിക് ഓടിനേക്കാളും റേറ്റ് വന്നു എന്നുള്ളതാണ്. സെറാമിക് ഓട് ഏകദേശം 70 രൂപ മുതൽ ഒരു സ്ക്വയർ ഫീറ്റ് ഓട് കിട്ടും. ഇതാണ് നമ്മൾ ആ ഒരു നാടൻ ഓടിൻ്റെ അതേ ലുക്കിൽ വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഓട്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ആണി വേണമെങ്കിൽ ചെയ്യാം മെയ്യുന്ന സമയത്ത്. അത് മാറ്റും, ഇത് അതിൻ്റെ ഗ്ലോസി ഫിനിഷുമാണ്. കണ്ടില്ലേ, ഏകദേശം കോമൺവെൽത്തിൻ്റെ ആ ഒരു ഡിസൈനും ആ പാറ്റേണും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് സെറാമിക് ആ പാറ്റേണിലും ആ ഡിസൈനിലും നമുക്ക് സെറാമിക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഓട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യലൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യവും ഇഷ്ടവുമാണ്.
പക്ഷേ നമ്മൾ ഏത് ഓടാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം അതിൻ്റെ പട്ടികയും. പർലിങ്സ് നിന്ന് നമ്മൾ പറയും. ആ പർലിങ്സും സീലിംഗ് ഓട് കണ്ടില്ലേ, ഒരുപാട് ഓപ്ഷൻസ് സീലിംഗ് ഓട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കൊളത്തി വെക്കുന്ന രീതിയിലുള്ള ഓടുകളാണ്. ഇതിൽ പ്ലെയിൻ വരുന്നുണ്ട്, ഡിസൈൻ പല രീതിയിലുള്ള ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് രണ്ട് ഭാഗത്ത് ഒരു കൊത പോലെ ഉണ്ടാവും. ഇതിലാണ് നമ്മൾ കൊളത്തി വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഓടുകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം താഴെ വെക്കുന്ന ആ ടീ ആംഗിൾ ഉണ്ടല്ലോ, ടീ ആംഗിളിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. നമ്മൾ മുകളിൽ ഓട് മേയാൻ ഉപയോഗിക്കുന്ന ആ ഒരു പൈപ്പിൽ തന്നെ, ആ ഒരു പർലിങ്ങിൽ തന്നെ ഈ ഓട് കൊളത്താം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതെങ്ങനെയാണ് കൊളുത്തി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ വേറെ കാണിക്കാം. ഈ സീലിംഗ് ഓടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നും കൂടി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടതും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ആ പ്ലെയിൻ മോഡലാണ്. പ്ലെയിൻ മോഡൽ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ടൈപ്പ് സെറാമിക് ഓടിൻ്റെ പ്ലെയിൻ ആയിട്ട് വരുന്ന സീലിംഗ് ഓടാണ്. ഇത് ടീ ആംഗിളിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ടീ ആംഗിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് ആ ഒരു സെപ്പറേറ്റ് കട്ടിങ് കൊതയൊന്നുമില്ല. അതിൽ 2-3 കളേഴ്സ് അതിലും അവൈലബിൾ ആണ്. ഇതൊക്കെ കുറച്ച് പാറ്റേൺസ് കുറച്ച് കൂടുതൽ ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. ഇവിടെ നമ്മൾ കൊളത്തി വെക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, സീലിംഗ് ഓട്. ഇപ്പോൾ നമ്മൾ ഈ ടൈപ്പ് സീലിംഗ് ഓടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഓട് മേയാൻ വേണ്ടിയിട്ട് ഒറ്റ ഐറ്റം പർലിങ് വെച്ചാൽ മതി, അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ടീ ആംഗിൾ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് താഴെ ഇതുപോലുള്ള MS-ൻ്റെ ടീ ആംഗിൾ വെച്ചിട്ട് വേണം, അതിനകത്ത് വേണം ഓട് സീലിംഗ് ഓട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് ടീ ആംഗിൾ അടിക്കേണ്ട കോസ്റ്റ് കൂടുതലാണ്. ടീ ആംഗിളിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കോസ്റ്റ് കൂടുതലാണ്. ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ് ടൈപ്പ് കൊളത്തി വെക്കുന്ന രീതിയിലുള്ള സീലിംഗ് ഓടാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ ഓട് ഈസി ആയിട്ട് നമുക്ക് കൊളത്തി പോകാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടും ലുക്ക് വേറെയാണ്. ഒന്നും കൂടി ഭംഗി ഉണ്ടാവുന്നത് ടീ ആംഗിൾ വെച്ചിട്ടുള്ള ആ ഒരു സെക്ഷൻ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഓട് ലേയിങ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണുന്ന ഇതിൽ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് ബാക്കിൽ, നന്നായിട്ട് ഉള്ളൊരു വ്യൂ ബാക്കിൽ വരുന്നുണ്ട് ഈ വീടിൻ്റെ. അപ്പോൾ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീട് ഏകദേശം നമ്മൾ റൂഫ് ഏരിയ ചെയ്തത് 980ഓളം സ്ക്വയർ ഫീറ്റ് വന്ന് 1200 സംതിങ് ഓട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 സൈഡിൽ സ്ലോപ്പ് വന്നിടത്ത് നമ്മൾ റെയിൻ ഗട്ടർ വെച്ചിട്ടുണ്ട്. യൂറോ ഗാർഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമ്മൾ പാത്തി വെച്ചിട്ടുണ്ട്. ഈ റെയിൻ ഗട്ടർ പല ബ്രാൻഡിലും കിട്ടും. അത് പ്രത്യേകിച്ച് അതിന് യൂറോ ഗാർഡ് എന്ന് പറയുന്നത് ഇതിലൊരു ബ്രാൻഡ് മാത്രമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ കിട്ടും. വൈറ്റ്, ഗ്രേ തുടങ്ങിയ കളേഴ്സിലൊക്കെ നമുക്ക് ഈ ഒരു റെയിൻ ഗട്ടർ കിട്ടും എന്നുള്ളതാണ്. ഈ വീടിൻ്റെ ഒരു ആറ്റിക് ഡിസൈനാണ്. ഇത് കണ്ടില്ലേ, സൈഡിൽ അതിനൊരു സപ്പോർട്ട്. നമ്മൾ ആ സ്ലോപ്പ് സാധാരണഗതിയിൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത് ഒരു 80 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ചെരിവ് വരുന്ന ഭാഗത്ത് 2 സൈഡിലും സ്ലോപ്പ് വരുന്ന ഭാഗത്ത് ഒരു 1.20 1 മീറ്ററിൻ്റെ മുകളിൽ ഈ ഒരു പ്രൊജക്ഷൻ കൊടുത്തത് കൊണ്ട് അതിനൊരു സപ്പോർട്ടും കൂടി ആയിട്ടാണ് ആ ഒരു പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈൻ കൂടിയാണ്. ആർക്കിടെക്റ്റ് തന്ന ഡിസൈനിൽ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ബോറായിട്ടൊന്നും നമുക്ക് തോന്നില്ല, കാരണം ആ ഡിസൈനിൻ്റെ പാറ്റേൺ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതാണ് ബെഡ്റൂമിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് വരുന്ന ഡോറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ശരിക്കും ഈ ഒരു ഭാഗത്തും നമ്മൾ റെയിൻ ഗട്ടർ കൊടുത്തതിൽ ഇവിടെ 2 സൈഡിലും ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ടോട്ടൽ നമ്മൾ ഓടിൻ്റെ ലൈൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു നാടൻ ഓടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ശരിക്കും സെറാമിക് ഓടാണെങ്കിൽ ഈ ഒരു ഫീലിംഗ്, ഈ ഒരു ഭംഗി എനിക്ക് അത്ര പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും നല്ലത് നാടൻ ഓടുകൾ ചെയ്യുന്നത് തന്നെയാണ്. കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ചിലവ് കൂടുതലാണ് നാടനോട് ചെയ്യാൻ. കാരണം ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ആവുന്നുണ്ട് എന്നുള്ളത്. പുറത്ത് ഭയങ്കര വെയിലാണ്, പുറത്ത് നല്ല ചൂടുമാണ്. ആ സമയത്ത് അകത്തോട്ട് പോകുമ്പോൾ നല്ല കൂളിംഗ് ആയിട്ടുള്ള നല്ല കൂളിംഗ് ആണ് അകത്ത്. ഇപ്പോൾ 2 മണിയാണ് ഇപ്പോൾ സമയം, ഏകദേശം നല്ല വെയിലുള്ള ഒരു ഉച്ച സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീലിംഗ് ഓട് കണ്ടില്ലേ, പുറത്ത് പ്രൊജക്ഷൻ കൊടുത്തതും സീലിംഗ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള ഒരു മാറ്റം ശരിക്കും അറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നന്നായിട്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ക്രോസ് സപ്പോർട്ടുകളൊന്നും അകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സീലിംഗ് ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. സാധാരണ ഇത്തരത്തിലുള്ളൊരു ടൈ ഇവിടെ കൊടുക്കാറുണ്ട്. ക്രോസ് ഈ ഒരു പർലിങ്ങിൽ നിന്ന് ഈ ഒരു റാഫ്റ്ററിൽ നിന്ന് മറ്റേ റാഫ്റ്റർക്ക് നമ്മൾ കണക്ഷൻ പൈപ്പ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മളത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളെല്ലാം അത്യാവശ്യം നല്ല കനത്തിൽ തിക്നെസ്സിൽ വരുന്ന പൈപ്പുകളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്.
പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ സ്ലോപ്പിൻ്റെ ഈ ഭാഗം ഇവിടെ എല്ലാം വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ്ങിനെ കുറിച്ചാണ്. ആ ഒരു കോട്ടിങ് കൂടി ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രം. ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ചൊരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിൽ വരുന്ന മഴയൊക്കെ പെയ്തിട്ട് വരുന്ന ഒരു പായലുണ്ടല്ലോ, അതൊന്നും അതിൽ പിടിക്കാതെ ഇരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓടിൻ്റെ ലൈഫ് കുറച്ച് കൂടും എന്നുള്ളതാണ് അതിൻ്റെ ആ കോട്ടിങ് ചെയ്യുന്ന ആളുകൾ അവകാശപ്പെടുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ടീം സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓട് ചെയ്യാനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു വർക്ക്, ഈ ഒരു പ്രൊജക്ഷൻ ഏരിയയും കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം 3.25 ലക്ഷത്തോളം രൂപ ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കാരണം ശരിക്ക് അത്ര വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലായിരുന്നു. അത് സാധാരണ 16 ഗേജിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസ് കുറയും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ തിക്നെസ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3.25 ലക്ഷം രൂപയോളം ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ല, ഈ പ്രൊജക്ഷൻ ഏരിയ വരുന്നത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞു, 1 മീറ്ററിലധികം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടാണ്, ഈ ഭാഗം സിറ്റ് ഔട്ടാണ്. അവിടേക്ക് മഴ വരുന്ന സമയത്ത് അകത്തോട്ട് ഉള്ള വെള്ളത്തിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്ഷനിൽ തന്നെ നിൽക്കും. സാധാരണ നമ്മൾ 2 സൈഡിലോട്ടും 80 സെൻറ്റിമീറ്ററാണ് പ്രൊജക്ഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുമര് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ധാരാളമാണ്. പക്ഷേ ഇതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ആയത് വരുന്നത് കാരണം നമ്മൾ ഈ ഒരു 1 മീറ്ററിന് കൂടുതൽ പ്രൊജക്ഷൻ കൊടുത്ത് ചെയ്തതുകൊണ്ട് അവിടെ പിന്നെ നമുക്ക് ഒരു മഴ വരുന്ന സമയത്ത് വേറെയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു വർക്ക് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾ കേരള നമ്മൾ ഈ മെറ്റൽ ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷൻസിൻ്റെ ഒക്കെ വർക്കുകൾ, പ്രത്യേകിച്ച് റൂഫ് വർക്കുകളും അതുപോലെ ഫിക്സഡ് ഗ്ലാസുകളും സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ മെറ്റലിലും ഗ്ലാസ്സിലും വരുന്ന വർക്കുകളെല്ലാം നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെ പ്രൊജക്റ്റ് കിട്ടിയാലും നമ്മളുടെ ടീം അവിടെ വന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൂഫിനെ കുറിച്ചും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടികൾ നമ്മൾ കമൻ്റായിട്ട് തന്നെ തരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്ക്രീനിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രൊജക്ട്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ പ്ലാന് കാര്യങ്ങൾ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽ കൊട്ടേഷൻസും അതിൻ്റെ ടോട്ടൽ എസ്റ്റിമേഷൻ കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഡയറക്റ്റ് സൈറ്റിൽ വന്നിട്ടുള്ള കൺസൾട്ടേഷനും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ നമ്മളത് തരും എന്നുള്ളതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക്